Good morning, my dear students. Business research methods la chapter 7 la next topic like നമ്മൾ മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഒരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. ദാറ്റ് ഈസ് ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ഡാറ്റയിലെ അനാലിസിസ് നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് വരുന്ന പൊതുവായിട്ടുള്ള ടൂൾസുകൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ടൂളുകൾ നമ്മൾ പൊതുവെ ഉപയോഗിച്ച് വരാറുണ്ട്. അതിന് താഴെ പറയുന്ന രീതിയിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ നമ്മൾ ഉപയോഗിച്ച് വരുന്നതായിട്ട് പറയപ്പെടുന്നത്. ഒന്ന് മെഷേഴ്സ് ഓഫ് ദ സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ്, ദെൻ നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് ദ ഡിസ്പെഴ്സൺ, ദെൻ തേർഡ് വൺ അതർ മെഷേഴ്സ് എന്നിങ്ങനെ 3 കാറ്റഗറിയിലാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. നമുക്കറിയാം, അതെല്ലാം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണത്? ഇറ്റ് ഈസ് ദ സെൻട്രൽ ഓർ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ എൻറ്റയർ ഗ്രൂപ്പ് ഓർ ഡാറ്റ. അല്ല, ആവറേജസ് കാണുന്നതാണത്. എന്ന് വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻറ്റയർ മാസ് ഓഫ് ഡാറ്റ. ആ ഡാറ്റയുടെ മുഴുവൻ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് അവരുടെ വാല്യൂവിൽ പ്രതിഫലിച്ച് കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ എൻറ്റയർ ഡാറ്റ. അതിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും എപ്പോഴും അതിൻ്റെ സെൻട്രൽ ടെൻഡൻസി വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് ഘടകങ്ങൾ പഠിക്കാനുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ഒന്നാമത്തെ ഘടകമാണ് മീൻ. മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നോർമലി ഇറ്റ് ഈസ് നോൺ ആസ് അരിത്മെറ്റിക് മീൻ. സാധാരണയായിട്ട് പൊതുവെ യൂസ് ചെയ്ത് വരുന്നൊരു സെൻട്രൽ ടെൻഡൻസി ടെക്നിക്കാണിത്. ദെൻ സാധാരണ ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മൾ എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ സിഗ്മ അല്ലെങ്കിൽ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഒക്കെ ഉള്ള ക്ലാസ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡ് ബൈ എൻ. അങ്ങനെയാണ് സാധാരണ അതിൻ്റെ മെത്തേഡായിട്ട് പറയുന്നത്. അവിടെ എ എന്ന് പറഞ്ഞാൽ അത് അസ്യൂംഡ് മീനാണ്. സിഗ്മ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സം ഓഫ് ഡീവിയേഷൻസ് ആണ്. ദെൻ എൻ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഐറ്റംസും ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മുടെ സെൻട്രൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ വളരെ സിംപ്ലസ്റ്റ് ആയ ഒരു മെഷർമെൻറ്റ് ഐറ്റമാണ് മീൻ എന്നറിയപ്പെടുന്നത്. പൊതുവെ യൂസ് ചെയ്ത് വരുന്ന ഒരു മെത്തേഡും കൂടിയാണിത്. ദെൻ ഒരുപാട് നമ്മുടെ സെയിം പോപ്പുലേഷനിൽ നിന്ന് ഒരുപാട് റിപ്പീറ്റഡ് സാമ്പിൾസ് ഒന്നുമില്ല, ഒരുപാട് അധികമില്ല എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഒത്തിരി റിലയബിളായിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജസ് ആണ് മീൻ എന്നറിയപ്പെടുന്നത്. പിന്നെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ എക്സ്ട്രീം ഐറ്റംസിൻ്റെ ഒരു എഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെരി ലാർജ് ആൻഡ് സ്മോൾ ഐറ്റംസ്. ചില ഐറ്റംസ് വളരെ വലുതും ചിലത് വളരെ ചെറുതും എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ലിമിറ്റേഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദെൻ നെക്സ്റ്റ് ആയിട്ടാണ് മീഡിയൻ. മീൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു സെൻട്രൽ ടെൻഡൻസി മെത്തേഡാണ് മീഡിയൻ. മീഡിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ സീരീസിൻ്റെ മിഡിൽ വാല്യൂ ആണ് അല്ലേ. അതായത് ഒന്നുകിൽ അതിനെ ഡിസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മീഡിയൽ വാല്യൂ ആണ് മീഡിയൻ എന്നറിയപ്പെടുന്നത്. ചിലത് പൊസിഷണൽ ആവറേജ് ആണ്. സാധാരണ ആ ഒരു പൊസിഷണൽ ആവറേജ് ആയിരിക്കും ആ ഒരു സീരീസിനെ 2 ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്ത്, അഥവാ ഈക്വൽ പാർട്ടുകളാക്കി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ വാല്യൂസും അതർ ഹാഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ, അതിനേക്കാൾ ലെസ് ദാൻ വാല്യൂസും ആയിരിക്കും. ഇപ്പോൾ നോർമലി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക സൈസ് ഓഫ് n+1 ഡിവൈഡ് ബൈ 2 ഐറ്റം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സാമ്പിളിംഗ് തിയറിയിൽ മീഡിയൻ എന്ന് പറയുന്നത് കാര്യമായിട്ട് യൂസ് ചെയ്യാത്തൊരു ഘടകമാണ്. ദെൻ അടുത്തതാണ് മോഡ്. മോഡ് ഈസ് ദ കോമൺ വാല്യൂ അല്ലേ. മോഡ് ഈസ് ദ കോമൺ ഐറ്റം ഓഫ് എ സീരീസ്. ഒരു സീരീസിലെ കോമൺ ഐറ്റത്തെ നമ്മൾ മോഡ് എന്ന് പറയാം. മോഡ് എന്ന് പറയുന്ന ഒരു പൊസിഷണൽ ആവറേജ് തന്നെയാണ്. പക്ഷേ അവിടെ വാല്യൂ നമ്മുടെ എക്സ്ട്രീം ഐറ്റംസിൻ്റെ വാല്യൂസിനെ അതൊരിക്കലും അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എത്ര തവണ അതിൽ എത്ര ഫ്രീക്വൻ്റ്ലി അത് എത്ര തവണ വന്നു എന്നുള്ളതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുക, മോഡ് എന്ന് വിളിക്കുക. ദെൻ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതായത് മാക്സിമം ഫ്രീക്വൻസി, ഒരൈറ്റത്തിൻ്റെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് മറ്റൈറ്റത്തിൻ്റെ ഫ്രീക്വൻസി എല്ലാം അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാറുണ്ട് എന്നുള്ളതാണ് മോഡിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. സാധാരണ പോപ്പുലർ സൈസസിലുള്ള സ്റ്റഡികൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് മോഡ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റാണ് ജിയോമെട്രിക് മീൻ. ജിയോമെട്രിക് മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള അവയുടെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അവരുടെ പ്രോഡക്ട്സിൻ്റെ nth റൂട്ട് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള n പോസിറ്റീവ് ആവറേജ് ആണ് ജിയോമെട്രിക് മീൻ എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ നമ്മുടെ എല്ലാ ക്ലാസ്സസും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പും എല്ലാ നമ്പേഴ്സും ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്
അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, അതാണ് അതിൻ്റെ nth റൂട്ട് കണ്ടുപിടിക്കുക, അതാണ് സാധാരണ ജിയോമെട്രിക് മീൻ കാണാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു GM ഈസ് ഈക്വൽ ടു nth റൂട്ട് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു xn. അതായത് x1 x2 എന്ന് പറയുന്നത് വാരിയസ് വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസും കൂടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഹാർമോണിക് മീൻ. നെക്സ്റ്റ് ആയിട്ടാണ് ഹാർമോണിക് മീൻ. ഹാർമോണിക് മീൻ എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണത്. ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ യൂസ് ചെയ്യുക, അതിൻ്റെ അത്തരത്തിലുള്ള ഡാറ്റ കളക്ഷൻ്റെ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണിത്. അവിടെ റെസിപ്രോക്കൽ വാല്യൂസാണ് നമ്മളവിടെ വേരിയബിൾസിൻ്റെ റെസിപ്രോക്കൽ വാല്യൂസ് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ കാൽക്കുലേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ HM is equal to n divided by 1 by x1 plus 1 by x2 plus 1 by x3 etc. 1 by xn, where x1 x2 refer to the various value in the observations. നമ്മളവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സീരീസിലെ വാരിയസ് വാല്യൂസിനെ നമ്മൾ x1 x2 എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ദെൻ ഇതിലൊരു ഹാർമോണിക് മീനിൻ്റെ കൂടെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ. വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ മീൻ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഐറ്റംസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലേ. അതായത് എല്ലാ ഐറ്റംസിനും അവിടെ എന്തുണ്ടായിരിക്കും, റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ അത് ഒരിക്കലും അവ ഒന്നും സെയിം അല്ല, അവയ്ക്ക് അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എല്ലാറ്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ചിലതിൽ നിന്നും കുറച്ച് വ്യത്യാസം അധികം അല്ലെങ്കിൽ കുറച്ചൊരു മുൻഗണന അധികം ഉണ്ടായിരിക്കും ചില കാര്യങ്ങൾക്ക്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീനാണ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ എന്ന് അറിയപ്പെടുന്നത്. സാധാരണ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഐറ്റത്തിൻ്റെ റിലേറ്റീവ് മറ്റൊരു ഐറ്റത്തോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കി ആ ഒരു വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ആ ഒരു വെയിറ്റേജാണ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ അഥവാ WAM കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് σWX ഡിവൈഡ് ബൈ σW ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നറിയപ്പെടുന്നത്. ഏതൊക്കെ പഠിച്ചു? മീൻ, മീഡിയൻ, മോഡ്, ദെൻ ഹാർമോണിക് മീൻ, വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ, ദെൻ ജിയോമെട്രിക് മീൻ. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ദെൻ നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ സെൻട്രൽ ടെൻഡൻസി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ആവറേജസ് മാത്രമേ നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ആ ആവറേജസിലൂടെ നമ്മൾ അതിൻ്റെ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനെ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ലെവൽ അല്ലെങ്കിൽ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് കാണിക്കാൻ പറ്റിയില്ല എന്ന് വരും. ബിക്കോസ് ചില ഐറ്റംസിനിടയ്ക്ക് ഒരുപാട് വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആവറേജ് വാല്യൂ നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തുപയോഗിക്കുക, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ പൊതുവേ യൂസ് ചെയ്ത് വരുന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ കുറച്ചും കൂടി റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടർ ആ ഒരു വാല്യൂവിന് ഉണ്ടായിരിക്കും. മറ്റുള്ള വാല്യൂകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആ ഒരു വാല്യൂവിന് ഉണ്ടായിരിക്കും. അപ്പോൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ റേഞ്ച് വരും, മീൻ ഡീവിയേഷൻ വരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വരും. അതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്ന എല്ലാ ഐറ്റംസ്. അതിൽ ഫസ്റ്റ് വനാണ് റേഞ്ച്. റേഞ്ച് എന്ന് വെച്ചാൽ സിംപ്ലസ്റ്റ് മെഷർ, വളരെ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ അവിടെ ചെയ്യുന്നത് നമുക്ക് ഐറ്റംസ് ഇങ്ങനെ സീരീസ് ആയി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവും ഏറ്റവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാരിയബിലിറ്റി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് റേഞ്ച് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് മീൻ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, അരിത്മെറ്റിക് മീൻ, ഓരോ ഡീവിയേഷൻ, അതായത് ഓരോ സീരീസിൻ്റെയും ഡീവിയേഷൻ തമ്മിൽ ഡീവിയേഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക, നമ്മൾ സാധാരണ അരിത്മെറ്റിക് മീനിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീവിയേഷൻ കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ അത്തരത്തിൽ കണ്ടുപിടിക്കുന്ന ഘടകങ്ങളുടെ ആ ഒരു ഡിഫറൻസ് വാല്യൂ
കണ്ടുപിടിക്കുന്ന രീതിയാണ് മീൻ ഡീവിയേഷൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഫോർമുലയാണ് നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുലാസൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. നമുക്കിവിടെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പ്രോബ്ലംസ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അവിടെ അവതരിപ്പിക്കാവുന്നതാണ് എസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത്. ദെൻ നമുക്ക് ഒരു അബ്സല്യൂട്ട് ഫിഗറായിട്ട് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. മീൻ ഡീവിയേഷനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ എന്ന് പറയുന്നത് കാൾ പിയേഴ്സിനാണ് ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ പറയുന്നത്. 1893 ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ വളരെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് അഥവാ ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സാധാരണ ഇത് സിഗ്മ എന്ന സിമ്പിൾ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എന്നുവെച്ചാൽ നമ്മളവിടെ അത് കണ്ടുപിടിക്കുന്നത് അരിത്മെറ്റിക്, അതായത് തന്നിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്നും അവരുടെ അരിത്മെറ്റിക് മീനിൻ്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ റൂട്ട് അവരുടെ nth, അതായത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന രീതിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നറിയപ്പെടുന്നത്. സാധാരണ താഴെ പറയുന്ന ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷനും ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയർ ഡീവിയേഷൻ തന്നിട്ടുണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ n എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ അസ്യൂംഡ് മീനിൽ നിന്ന് നമ്മൾ ഡീവിയേഷൻസ് എടുക്കുന്ന ഒരു കാറ്റഗറൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പറയുന്ന ഫോർമുലയാണ് അതിന് വേണ്ടി ഉപയോഗിക്കുക, ഫോർമുലയാണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ ഡി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n. അവിടെ ഡി എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഡീവിയേഷൻ ഫ്രം ദ അസ്യൂംഡ് മീൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഫോർമുലയിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അതായത് നമ്മുടെ ക്ലാസ്സിനനുസരിച്ചാണ്. ഇൻഡിവിജ്വൽ സീരീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫോർമുല ഉപയോഗിക്കാം. അതല്ല നമുക്ക് ക്ലാസ്സസ് ആയിട്ട് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ ഡീവിയേഷൻ കണ്ടുപിടിച്ച് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ തേർഡ് വൺ. ദെൻ നെക്സ്റ്റ് അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി അവിടെ പറയുന്നുണ്ട് നമ്മൾ, അല്ലേ. അതേഴ്സ് നമ്മൾ നെക്സ്റ്റ്, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആൻഡ് അതേഴ്സ് എങ്ങനെയാണ് പറയുന്നത്, ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ അതിൽ അതേഴ്സിൽ വരുന്നൊരു കാറ്റഗറിയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കോഎഫിഷ്യൻ്റ് വേരിയേഷൻസും കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിന് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അതേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള ഇൻഡെക്സ് നമ്പേഴ്സാണ് കേട്ടോ. എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ്? സാധാരണ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. സാധാരണ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അവസ്ഥയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സൂചകമായിട്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ബാരോമീറ്ററാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 ടൈംസ് അല്ലെങ്കിൽ 100 എന്നുള്ള വാല്യൂവിലാണ് നമ്മൾ സാധാരണ ഇൻഡെക്സിനെ സൂചിപ്പിക്കാറുള്ളത്. പിന്നെ അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തോളാം. നമുക്കതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. സാധാരണ ഈ ഇൻഡെക്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇക്കണോമിക്കലായ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മളൊരു അളവുകോൽ എടുക്കുന്നത്. ഈ ഒരു ഇൻഡെക്സിൻ്റെ ആപ്ലിക്കേഷൻ അഥവാ ഈ ഒരു ടെക്നിക്ക് കൊണ്ടുവന്നത് ഒരു ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് GR കാർലി എന്നുള്ളതാണ്, GR കാർലി. ഓക്കെ, അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്തോളാം. GR കാർലി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഉപയോഗിച്ചതോ ആയിട്ട് പറയപ്പെടുന്നത്. ദെൻ സാധാരണ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ദെൻ അതായത് നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ റീറ്റെയിൽ പ്രൈസസ്, അതിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ കണക്കാക്കാനും വേണ്ടി ഇൻഡെക്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ഇക്കണോമിക്കലും ബിസിനസ് സ്ഥാപനങ്ങളിലും ബിസിനസ് ഫിനോമിനയിലും സംഭവിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളും മാറ്റങ്ങളും ഒക്കെ കമ്പയർ ചെയ്യാനും മെഷർ ചെയ്യാനൊക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കാവുന്നതാണ്, ഇൻഡെക്സ് നമ്പേഴ്സിനെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈമിൽ നമ്മുടെ പ്രൈസ് ലെവലിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നറിയാനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാം. പക്ഷേ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് അതായത് നമുക്കവിടെ ആ ഒരു മാറ്റങ്ങൾ മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ മാറ്റങ്ങൾക്കുള്ള റീസൺസ് ഒരിക്കലും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് വഴി നമുക്ക് ഡിനോട്ട് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയും കൊണ്ടൊക്കെ ആയിരിക്കാം അവൻ്റെ പ്രൈസ് ലെവലിലൊക്കെ എന്ത് വരിക, ചേഞ്ചസ് വരിക. പക്ഷേ അതൊന്നും കൃത്യമായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തൊരു ഘടകമാണ് ഇൻഡെക്സ് നമ്പർ എന്നറിയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. ജസ്റ്റ് നമുക്ക് ആ ഡിഫറൻസസ് മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ, ഇൻഡെക്സ് നമ്പറിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ an index number is a statistical measure designed to show changes in a variable or a group or related variables with respect to time, geographic location or other characteristics such as income, പ്രൊഫഷൻ, ഇതിൻ്റെയൊക്കെ ബേസിസിലുള്ള ചേഞ്ചസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ ബാക്കി അതിൽ വരുന്ന ഘടകങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ ഇക്കണോമിയുടെ ആ ഒരു റിയാലിറ്റി റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഘടകമാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ നമ്മുടെ ഇക്കണോമിയുടെ ഒരു പൾസ് കൂടിയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഇക്കണോമിയുടെ ഒരു ബാരോമീറ്ററൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർപ്രിറ്റേഷൻ. അപ്പോൾ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ തുടങ്ങിയത്. അതിലിപ്പോൾ അനാലിസിസ് മാത്രമേ നമുക്കിവിടെ അവസാനിച്ചിട്ടുള്ളൂ. നെക്സ്റ്റാണ് ഇൻ്റർപ്രിറ്റേഷൻ. ഇൻ്റർപ്രിറ്റേഷൻ എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് കിട്ടിയ ഡാറ്റയെ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും, ഇൻ്റർപ്രിറ്റേഷൻ നടത്താറുണ്ട്. ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ എന്താണോ നമുക്കതിൽ നിന്നും കിട്ടേണ്ടത് ആ ഒരു ആൻസർ അതിൽ നിന്നും ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇൻഫറൻസസ് അതിൽ നിന്നും കളക്ട് ചെയ്യുക, അനലിറ്റിക്കൽ സ്റ്റഡിയിലൂടെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർപ്രിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർപ്രിറ്റേഷൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മുടെ റിസർച്ചിൻ്റെ എന്തിരിക്കുന്നത്, സക്സസ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ എക്സാമിനേഷനാണ്. എന്താണ് നമുക്ക് ആ ഡാറ്റയിലും അതിൻ്റെ വിശകലനത്തിലൂടെ ലഭിച്ചത് എന്നുള്ള അതിൻ്റെ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് കിട്ടിയത് എന്താണ് എന്ന് വളരെ ക്രൂഷ്യലായിട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ടൊരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ്റർപ്രിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ റിസർച്ചിൻ്റെ ഫൈൻഡിങ്സിൻ്റെ സിഗ്നിഫിക്കൻസും ഇമ്പോർട്ടൻസും ഒക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതായത് നമുക്ക് പഠിക്കാനുള്ള 4 ടെക്നിക്സാണ്. 1 റിലേഷൻഷിപ്പ്, 2 പ്രൊപ്പോർഷൻ, 3 പെർസെൻറ്റേജസ്, 4 ആവറേജ്. എന്ന് വെച്ചാൽ ഒന്നിനോടൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവയെ ഇൻ്റർപ്രിറ്റേഷൻ നടത്താം. എന്ന് വെച്ചാൽ അവിടെ സിമെട്രിക്കൽ റിലേഷൻഷിപ്പ് വരും, റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് വരും, അസിമെട്രിക്കൽ റിലേഷൻഷിപ്പ് വരും. എന്ന് വെച്ചാൽ ഒന്നിന് പൂരകമായി ഒന്നിൻ്റെ അതേ രീതിയിൽ തന്നെ ഉള്ള ബന്ധങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അത് സിമെട്രിക്കലാണ്. രണ്ടും വ്യത്യസ്തമായ ബന്ധങ്ങൾ കാണിക്കുന്നുവെങ്കിൽ അത് അസിമെട്രിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ റെസിപ്രോക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല കീഴായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ്, വേരിയബിൾസിൻ്റെ ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പും അതിൻ്റെ അനാലിസിസിനിടയ്ക്കുള്ള റിലേഷൻഷിപ്പും നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപ്രിറ്റേഷൻ കണ്ടക്ട് ചെയ്യാം. പ്രൊപ്പോർഷൻസ് എന്ന് വെച്ചാൽ ഇത്ര അനുപാതം എന്നുള്ള രീതിയിൽ അനുപാതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപ്രിറ്റേഷൻസ് നടത്താം. ഓക്കെ, അതായത് നമ്മുടെ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയുടെ അബ്സല്യൂട്ട് ചേഞ്ചസും അതിൻ്റെ നേച്ചറും എന്തൊക്കെയായിരുന്നു എന്നറിയാൻ വേണ്ടിയാണ് സാധാരണ പ്രൊപ്പോർഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പെർസെൻറ്റേജസ് യൂസ് ചെയ്യാം നമുക്ക്, അല്ല ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻ്റർപ്രിറ്റേഷൻ കാണിക്കാം. നെക്സ്റ്റ് ആവറേജസ് ആയി കാണിക്കാം. ആവറേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മീൻ, മീഡിയം, മോഡ് എന്നൊക്കെ ആവറേജ് ഫോമുകളാണ് അല്ലേ. 3 ഫോംസ് ഓഫ് ആവറേജസ് ആണ് മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ദെൻ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതാണ്, മെഷർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റിലേഷൻ ഒന്നിനോടൊന്ന് താരതമ്യപ്പെടുത്തി അവയ്ക്കിടയിലുള്ള റിലേഷൻഷിപ്പുകളിലൂടെ കാണിക്കാം, പ്രൊപ്പോർഷൻസ് വഴി കാണിക്കാം, പെർസെൻറ്റേജസ് വഴി കാണിക്കാം, ദെൻ ആവറേജസ് വഴിയും കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർപ്രിറ്റേഷൻ നടത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്തെല്ലാം പ്രീ റിക്വസിറ്റ്സ് ആണ് എടുക്കേണ്ടത്. ഒന്ന്, ആഡിക്വേറ്റ് ഡാറ്റയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. അതായത് ഇൻ്റർപ്രിറ്റേഷൻസ് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ, ഒരു പെർഫെക്റ്റ് മാനറിൽ അവിടെ കണ്ടക്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ എപ്പോഴും എങ്ങനെയായിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ തെറ്റുകളില്ലാത്ത രീതിയിലുള്ളതായിരിക്കണം. അത് കൃത്യമായിട്ട് ഹോൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. ദെൻ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. എല്ലാ ഡാറ്റയും നമുക്ക് അതിന് സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എടുത്ത ഡാറ്റ എങ്ങനെയായിരിക്കണം, അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് സ്യൂട്ടബിൾ ആയിരിക്കണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കാൻ പറ്റുന്ന ഡാറ്റയുമായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ആഡിക്വേറ്റ് ഡാറ്റയാണ്. നെക്സ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അത് റിലയബിൾ ആയിരിക്കണം അല്ലേ. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു ട്രൂ കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഒരു ട്രൂ കൺക്ലൂഷൻ അപ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് അപ്രോപ്രിയേറ്റ് ടൈപ്പ്
ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനെ ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ക്ലാസിഫിക്കേഷനും ടാബുലേഷനും കറക്റ്റ് വേയിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളൊരു കൺക്ലൂഷൻ ഉണ്ടാക്കുന്ന സമയത്ത്, നമ്മളൊരു ഫൈൻഡിങ്സ് കണ്ടെത്തുന്ന സമയത്ത് അതിനെ കൃത്യമായിട്ട് അത് ബാധിക്കും, അത് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ടാബുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും. നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ഹോമോജീനസ് ഡാറ്റയാണ്. റിക്വയർമെൻറ്റ് ഓഫ് ഹോമോജീനസ് ഡാറ്റ. അപ്പോൾ അവിടെ പറയുന്നത് നമുക്കൊരു യൂണിഫോം ആയ ഒരു ആക്യുറേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാറ്റ എങ്ങനെയായിരിക്കണം, ഹോമോജീനസ് ഡാറ്റ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഹെട്രോജീനസ് വൈവിധ്യമാർന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു കോമൺ കൺക്ലൂഷൻ നമുക്ക് അവിടെ ഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഹോമോജീനസ് ഡാറ്റയാണെന്ന് അഥവാ വാട്ട് ഈസ് ഹോമോജീനസ്, ഒരേ സാദൃശ്യമുള്ള, ഒരേപോലെയുള്ള, പരസ്പരം ഒരുപാട് ബന്ധങ്ങളുള്ള അല്ലേ, അങ്ങനത്തെ വിവരങ്ങളാണ് ഓരോ റെസ്പോണ്ടൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ നിന്നൊരു കോമൺ ഒരു ഫാക്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. വൈവിധ്യമാർന്ന ആൻസേഴ്സാണ് പലരും നൽകിയതെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർപ്രിട്ടേഷൻ കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഡാറ്റ കൺസിസ്റ്റൻസി പറയുന്നുണ്ട്. ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കൺസിസ്റ്റൻറ്റ് ഡാറ്റ ആയിരിക്കണം. എപ്പോൾ നമ്മളതെന്ത് അനലൈസ് ചെയ്യുമ്പോഴും ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കണം, ഒന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ ദാറ്റ് ഈസ് ഡാറ്റ കൺസിസ്റ്റൻസി. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അപ്രോപ്രിയേറ്റഡായ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അതൊരു ഗുഡ് റിസൾട്ടായിട്ട് മാറുകയുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ മേക്ക് ഫേക്ക് റിസൾട്ട്സ്. ദെൻ നെക്സ്റ്റ് ആണ് കൺക്ലൂഷൻസ് ആൻഡ് ജനറലൈസേഷൻസ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്, അദ്ദേഹത്തിൻ്റെ പഠനത്തിനെ ബേസ് ചെയ്തൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹം നടത്തിയ പഠനത്തിൻ്റെയും അനാലിസിസിൻ്റെയും ഇൻ്റർപ്രിട്ടേഷൻ്റെയും ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കൺക്ലൂഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള ചാപ്റ്ററിൽ അനാലിസിസ് മെത്തേഡുകളും ഇൻ്റർപ്രിട്ടേഷൻ മെത്തേഡുകളും. അപ്പോൾ ഇതിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ, ടൂൾസ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, പിന്നെ അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഇൻഫറൻഷ്യൽ അനാലിസിസ്, ഇതിൽ 3 ടോപ്പിക്കുകളും എസ്സേ ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, താങ്ക് യു.